ഹായ് സ്റ്റുഡൻസ്, നമ്മൾ നമ്മുടെ റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. രണ്ടാമത്തെ സെക്ഷനാണ് കേട്ടോ. സോ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് എവിടെ വരെയാണ്? വി ഹാവ് ഡിസ്കസ്ഡ് ഓൾ അബൌട്ട് ദി കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ? കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ പിന്നെന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? Carbohydrates, പിന്നെ major nutrients in food, then why do we eat nutrient rich food? All these questions are discussed, and after that we have discussed all about the importance of carbohydrates. What is the importance of carbohydrate? Yes, it is an energy source, and we have discussed different forms of carbohydrates, that is starch, sugar, glucose, cellulose, fibers. എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. Isn't it? So we have already discussed, this is one of the most important part, that is iodine test. Iodine test പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരും. അയഡിൻ ടെസ്റ്റ് എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൽ നിന്നുള്ള കൺക്ലൂഷൻ എങ്ങനെയാണ്, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്, അതിൻ്റെ ഒബ്സർവേഷൻ എന്താണ്, ഡാർക്ക് ബ്ലൂ കളറാണ് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കുക. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറച്ച് പേരും കൂടെ കാണാനുണ്ട്. അപ്പം ഇനിയും കാണാത്തവർ ഇന്നലത്തെ ക്ലാസ് എത്രയും വേഗം കണ്ടു തീർക്കുക, കാരണം ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ഇതും അതും കൂടെ എല്ലാം കൂടെ ആകുമ്പം കാണാനുള്ള ഒരു മടി തോന്നും. അപ്പം ഓരോ റിവിഷൻ ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നലെ കണ്ട് അത് പഠിച്ചവർക്ക് അത്രയും പോർഷൻ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇനി എക്സാമിൻ്റെ തലേ ദിവസം ഒന്ന് നോക്കിയാൽ മതി അല്ലേ? അപ്പം അങ്ങനെ ഓരോ ദിവസത്തെയും ക്ലാസ് കണ്ടു കണ്ട് പോവുക, മാക്സിമം യൂസ് ചെയ്യുക. പറ്റല്ലോ? ഓക്കെ. So today we will discuss all about the protein. Now, so നമ്മൾ ആദ്യത്തെ സെക്ഷൻ ഏതായിരുന്നു? കാർബോഹൈഡ്രേറ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത ന്യൂട്രിയൻ. രണ്ടാമത്തെ ന്യൂട്രിയൻ ആണ്, സെക്കൻഡ് വൺ ഈസ് പ്രോട്ടീൻ. പ്രോട്ടീൻ മീൻസ് what is the function, or what are the functions of protein? That is very important. Functions of protein എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയായിരുന്നു ഫങ്ഷൻസ് എന്ന് പറയുന്നത്? Yes, it is an important nutrient which helps in growth. ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. ഓൾസോ ഹെൽപ്സ് ഇൻ ബോഡി ബിൽഡിങ്. നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ മസിൽസിന്റെ ഹെൽത്തിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ. ഹെയർ, സ്കിൻ, ഇതെല്ലാം നന്നായിട്ട് അതിൻ്റെ എല്ലാം ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ്റ് ആണ് നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ. അത് കൂടാണ്ട് നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെ പോലെ തന്നെ ഇറ്റ് ഓൾസോ പ്രൊവൈഡ് എനർജി. So these are the main functions of protein. Which are they? It is an essential nutrient for growth and bodybuilding, and also helps in health of muscles, hair and skin, and also provide energy. Then deficiency of protein cause what? This deficiency means ഈ ഒരു പ്രോട്ടീൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ it may cause some diseases. അപ്പോൾ ആ ഡിസീസസിൻ്റെ പേര് പഠിച്ചു വെക്കണം. They are kwashiorkor and marasmus. What is kwashiorkor and marasmus? അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ്സ് ഒക്കെ കറക്റ്റ് നോക്കി വെക്കുക, കാരണം സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല. ക്വാഷിയോക്കർ ഉണ്ട്, ദെൻ മരാസ്മസ് എന്ന് പറയുന്ന രണ്ട് ഡിസീസസ് ആണ്. എന്തിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുക? പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സിംഗിൾ ബോക്സിൽ നിന്ന് പഠിക്കേണ്ടത്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ ആൻഡ് വാട്ട് ആർ ദ ഡിസീസസ് കോസ്ഡ് ബൈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി. പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന രണ്ട് ഡിസീസസ് ഏതൊക്കെയാണ്? ക്വാഷിയോക്കർ ആൻഡ് മരാസ്മസ്. ക്വാഷിയോക്കർ പറഞ്ഞു നോക്കുക, ക്വാഷിയോക്കർ ആൻഡ് മരാസ്മസ്. ഓക്കെ. സോ നെക്സ്റ്റ് വൺ, കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് പിക്ചർ എന്തായിരുന്നു? മൂൺ ബീൻസ് ആണ്. യെസ്, മൂൺ ബീൻസ്. And next one, paneer, and then cashew nut. Then this is groundnut. Yes, groundnut. Then meat, fish. Then this is not simply egg, it is boiled egg. Then milk. So all these are examples of protein rich food. So you should study all these examples, 8 examples. Okay, 8 examples of protein rich food. Clear?
So these are the important points that you have to study under the protein section. That is important nutrients. It is an important nutrient which is essential for our growth and bodybuilding, and it is an important requirement for the health of health of muscles, hair, and skin, and also provide energy. Okay, so due to the deficiency of protein, we may cause some diseases, namely kwashiorkor and marasmus, and also the examples. ക്ലിയർ അല്ലേ? സോ സ്റ്റഡി വെൽ. ഈ ഒരു പേജ് പഠിച്ചതിന് ശേഷം മാത്രം നെക്സ്റ്റ് പേജിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, പോസ് ചെയ്ത് ഈ ഒരു പേജ് നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് മാത്രം ബാക്കി വീഡിയോ കാണാം. ഓക്കെ, സോ ഈ ഒരു സെക്ഷനിൽ പ്രത്യേകിച്ചൊന്നുമില്ല. വിച്ച് ഫുഡ് ഐറ്റംസ് എമംഗ് ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ യുവർ ഡയറ്റ്. ഇൻ യുവർ ഡയറ്റിൽ, നിങ്ങളുടെ ഡയറ്റിൽ ഇതിൽ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഇനി ഏതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് വരാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? നിങ്ങൾ കഴിക്കാത്ത പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളെല്ലാം ആഡ് ചെയ്യും. ഓക്കെ, അത്രയും. ദെൻ പേജ് നമ്പർ 13ലാണ് അടുത്ത ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫാറ്റ് വരുന്നത്. ഫാറ്റ്. അപ്പോൾ നമ്മൾ 2 ന്യൂട്രിയൻ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കഴിഞ്ഞു. ദെൻ ഫാറ്റ്. സോ ഫാറ്റും നമുക്ക് എസെൻഷ്യലായിട്ട് വേണ്ട ഒരു സാധനം, ഒരു ന്യൂട്രിയൻ്റ് തന്നെയാണ് എന്ത്, ഫാറ്റ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യും? മോർ എനർജി. ഓക്കെ, ദേ പ്രൊവൈഡ് മോർ എനർജി ഫോർ അവർ ബോഡി. നമുക്ക് ഒരുപാട് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഈ ഫാറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഈ ഫാറ്റ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫാറ്റ് ഉണ്ടോ ഇല്ല, നമ്മൾ നേരത്തെ കാർബോഹൈഡ്രേറ്റ് ഫുഡിൽ പ്രസന്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തത് ഏത് എക്സ്പെരിമെന്റ് വഴിയാണ്? അയോഡിൻ ടെസ്റ്റ് വഴിയാണ് അല്ലേ? അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഫാറ്റ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫാറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്? അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ ചെയ്തതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചിപ്സ്, നിങ്ങൾ ലേസ് ഒക്കെ കൊണ്ടുവന്നിരുന്ന ഓർമ്മയില്ലേ? അപ്പോൾ ലേസ് കൊണ്ടുവന്നിട്ട് നമ്മളത് ക്രഷ് ചെയ്തിട്ട് നമ്മൾ പേപ്പറിൽ റാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പേപ്പറിൽ എന്ത് കണ്ടു? യെസ്, ഓയിലി ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെ ഓയിലി ആയിട്ട് കാണുകയാണെങ്കിൽ അതിൽ എന്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം? ഫാറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് എക്സ്പെരിമെന്റ്. അപ്പം ഈ അയോഡിൻ ടെസ്റ്റും ഈ ഒരു എക്സ്പെരിമെന്റും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ഫുഡ് ഐറ്റത്തിൽ ഫാറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം? എങ്ങനെയാണ് നമ്മുടെ ഫുഡ് ഐറ്റം നന്നായിട്ട് ക്രഷ് ചെയ്യാം? ക്രഷ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ക്രഷ് ചെയ്യാം. റോ ബനാനയിൽ നമ്മൾ കണ്ടിരുന്നോ? റോ ബനാന നമ്മൾ ചെയ്ത് നോക്കിയിരുന്നു. ഇപ്പൊ ഫാറ്റ് ഓയിലി അപ്പിയറൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, ഓയിലി അപ്പിയറൻസ് ഉണ്ടായിരുന്നില്ല. ചിപ്സിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലേസിൽ ഉണ്ടായിരുന്നു. പക്ഷെ റോ ബനാന ചെയ്ത സമയത്ത് നമുക്ക് അത് ഒബ്സർവ് ചെയ്യാൻ പറ്റിയില്ല. ദാറ്റ് മീൻസ് റോ ബനാനയിൽ എന്തില്ല? ഫാറ്റ് ഇല്ല എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പം അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ആ പേജിൽ തന്നെ താഴെ കുറച്ച് പിക്ചേഴ്സ് കാണാം അല്ലെ? ഈ പിക്ചേഴ്സിൽ എന്താണ് നമ്മൾ, ഇതെന്താണ്? കോക്കനട്ട് ഓയിൽ, ദെൻ ഗീ, ഫിഷ് ഓയിൽ ടാബ്ലറ്റ് അല്ലെ? ഫിഷ് ഓയിൽ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു, ചീസ്, ഇതെന്തായിരുന്നു? സൺഫ്ലവർ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഫാറ്റ് കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടും, അതേപോലെ തന്നെ ആനിമൽസിൽ നിന്നും കിട്ടും. ഗീ എന്ന് പറയുന്നത് ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, ഫാറ്റ് കണ്ടെയ്നിങ് ഫുഡാണ്. അതേപോലെ ഫിഷ് ഓയിൽ എന്ന് പറയുന്നതും ഫാറ്റ് ആനിമൽസിൽ നിന്ന് കിട്ടുന്ന, ചീസും ആനിമൽസിൽ നിന്ന് കിട്ടുന്ന. എന്നാൽ ഈ കോക്കനട്ട് ഓയിലും സൺഫ്ലവർ ഓയിലും ഒക്കെ എങ്ങനെയാണ്? പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഫാറ്റ് കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ നമ്മൾ അത് രണ്ടിന്റെയും, അതായത് ഫാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സും ഫാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ആനിമൽസിന്റെയും എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. നമ്മളൊന്ന് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ആ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഓക്കെ, താഴെ നമ്മൾ ടേബിളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് എന്തായാലും എക്സാമ്പിൾസ് പഠിക്കും. ഓക്കെ, അപ്പൊ ഫാറ്റിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത സെക്ഷനിലേക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അടുത്തതാണ് നമ്മുടെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്?
കൊളസ്ട്രോൾ എന്ന് പറയുന്നതും ഒരു ഫോം ഓഫ് ഫാറ്റ് തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് തവണ കേൾക്കുന്ന ഒരു വാക്കാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രോൾ എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് ഫാറ്റ് തന്നെയാണ്. അപ്പം ഒരു മോഡറേറ്റ് എമൗണ്ടിൽ ഈ കൊളസ്ട്രോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. പക്ഷെ ഇതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് മേ കോസ് സം ഡിസീസസ്, അല്ലെങ്കിൽ ഇറ്റ് മേ കോസ് സം ഹെൽത്ത് ഇഷ്യൂസ്. നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഹെൽത്ത് ഇഷ്യൂസ് എങ്ങനെ ഉണ്ടാവുന്നത്? നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് കൊളസ്ട്രോൾ നമ്മുടെ ബ്ലഡിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ നമ്മുടെ ബ്ലഡ് വെയിറ്റ്, സപ്പോസ് ഇത് ഞാനിന്ന് വരച്ച് കാണിച്ചിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. സപ്പോസ് നമ്മുടെ ബ്ലഡ് വെയിൻസ് ആണ് ഇതെന്ന് വിചാരിക്കുക. ബ്ലഡ് ഫ്ലോ നടക്കുന്നുണ്ട്. ഓക്കെ, ഇതിലൂടെ ബ്ലഡ് ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ബ്ലഡ് ഫ്ലോ നടക്കുന്ന സമയത്ത് ഈ ബ്ലഡിൽ കൊളസ്ട്രോളിന്റെ എമൗണ്ട് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ദിസ് എക്സസ് കൊളസ്ട്രോൾ മേ ഡെപ്പോസിറ്റ്. എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? ഇതിന്റെ വാൾസിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ വാൾസിൽ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. ഇറ്റ് മേ ഡെപ്പോസിറ്റ് ഓൺ ദി വാൾസ് ഓഫ് ദീസ് ബ്ലഡ് വെസൽസ്. അപ്പൊ അങ്ങനെ വാൾസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പ് ലൈനിൽ എന്തെങ്കിലും ബ്ലോക്ക് സംഭവിച്ചാൽ പിന്നെ അതിലൂടെ എന്ത് വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും പോവില്ല അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് ബ്ലോക്കേജ് സംഭവിക്കും? ഇതേ ഒരു കേസാണ് നമ്മുടെ വെയിൻസിലും വരിക. ഇതുപോലെ എക്സസ് ആയിട്ട് കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ എക്സസ് ആയിട്ട് കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഈ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യില്ല? നടക്കില്ല, ബ്ലോക്കേജ് സംഭവിക്കും. അപ്പൊ നമ്മുടെ ഹേർട്ടിലേക്കും നമ്മുടെ അതർ ഓർഗൻസിലേക്കുള്ള ആവശ്യത്തിനുള്ള ബ്ലഡ് എത്താണ്ട് വരും. അപ്പൊ ഹേർട്ടാണ് നമ്മുടെ ബ്ലഡിനെ പമ്പ് ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ നമ്മുടെ ഹേർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് ഫ്ലോ ചെയ്യാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്, ഹേർട്ട് ഫെയിലിയേഴ്സ് ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയാണ് ആ ഹേർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ബ്ലഡിലെ എക്സസ് ആയിട്ട് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ആ എക്സസ് കൊളസ്ട്രോൾ മേ ഡെപ്പോസിറ്റ് ഓൺ ദി ബ്ലഡ് വെസൽസ് ആൻഡ് ഇറ്റ് പ്രിവെന്റ്സ് ദി ബ്ലഡ് ഫ്ലോ. എന്ത് പ്രിവെന്റ് ചെയ്യും? തടയും. ബ്ലഡ് ഫ്ലോ തടയും. ആൻഡ് ദിസ് മേ കോസ് ഫേറ്റൽ ഡിസീസസ് ലൈക്ക് സ്ട്രോക്ക് ആൻഡ് ഹാർട്ട് ഫെയിലിയേഴ്സ്. സ്ട്രോക്കും ഹാർട്ട് ഫെയിലിയേഴ്സും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഫാറ്റ്. എ മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഈസ് റിക്വയർഡ് ഫോർ അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് ഒരു മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ആവശ്യമാണ്. പക്ഷേ അത് എക്സസ് ആയാൽ വാട്ട് ഹാപ്പൻസ്? എക്സസ് ആയി കഴിഞ്ഞാൽ ദീസ് കൊളസ്ട്രോൾ മേ ഡെപ്പോസിറ്റ് ഇൻ അവർ ബ്ലഡ് വെസൽസ്. നമ്മുടെ ബ്ലഡ് വെസൽസ് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ബ്ലഡ് വെസൽസിൽ ബ്ലോക്കേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ് പ്രിവെന്റ്സ് ദി ബ്ലഡ് ഫ്ലോ. അങ്ങനെ ബ്ലഡ് ഫ്ലോ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് സ്ട്രോക്ക്, ഹാർട്ട് ഫെയിലിയർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു എക്സസ് കൊളസ്ട്രോൾ ബ്ലഡിൽ ഉണ്ടായാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ കൊളസ്ട്രോൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം വൈറ്റമിൻസിലേക്ക് പോവാട്ടോ. ഓക്കെ, സോ നമ്മളിപ്പം ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് പഠിച്ചത്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സിന്റെ ഒരു സബായിട്ടാണ് നമ്മൾ കൊളസ്ട്രോൾ പഠിച്ചത്. ഇനി അടുത്ത നാലാമത്തെ പ്രോട്ടീൻ ആണ്, ഫോർത്ത് പ്രോട്ടീൻ ആണ് വൈറ്റമിൻസ്. വൈറ്റമിൻസ് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. വൈറ്റമിൻസ് ഒരാളല്ല അല്ലേ, ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ ബി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, ദെൻ ഇ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വൈറ്റമിൻസ് അവൈലബിൾ ആണ്. ഈ വൈറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വളരെ കുറഞ്ഞ അളവിൽ മതി, പക്ഷെ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ്റ് ആണ്. അത് കുറഞ്ഞാൽ പലതരത്തിലുള്ള ഡിസീസസും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ കൊടുത്തത്. അതൊന്നും നമുക്കിപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് എക്സ്ട്രാ പഠിക്കാനൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്ത പേജിലാണ്, അതായത് പേജ് നമ്പർ 15 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. പേജ് നമ്പർ 15. ഈ ടേബിൾ നന്നായി
വൃത്തിക്ക് പഠിക്കണം. കാരണം കഴിഞ്ഞ എക്സാമിന് മിക്ക കുട്ടികളും ഇതൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനിയുള്ള എക്സാമിനെങ്കിലും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. വൈറ്റമിൻ എ മുതൽ കെ വരെയുള്ള വൈറ്റമിൻസ്, ഒരു 6 വൈറ്റമിൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിലും കൂടുതൽ വൈറ്റമിൻസ് ഉണ്ട്. ഈ ബി എന്ന് പറയുന്ന വൈറ്റമിൻസ് B1, B2, B3 അങ്ങനെ പറഞ്ഞ് B6, B12 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ സബ് ഡിവിഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള 6 വൈറ്റമിൻസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ. സോ വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തോർക്കുക, നമ്മുടെ കണ്ണിന് ആവശ്യമായിട്ടുള്ള, ഐസിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. വൈറ്റമിൻ എ ഐസിന് ആവശ്യമാണ്. അതേപോലെ നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തിയർ ആയിട്ടിരിക്കാൻ ഐസിൻ്റെ കൂടെ തന്നെ ഓർക്കേണ്ട ഒരാളാണ് ഹെയർ. 3 പേർക്ക് അത്യാവശ്യമായിട്ട് വേണ്ട വൈറ്റമിൻ ആണ് ഏത് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഐ സ്കിൻ ഹെയർ, ഐ സ്കിൻ ഹെയർ. ഓക്കെ, വൈറ്റമിൻ എ. ദെൻ വൈറ്റമിൻ ബി എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് വാട്ട്? ബ്രെയിൻ, നെർവ്, ദെൻ ഹാർട്ട്, സ്കിൻ. അപ്പം വൈറ്റമിൻ ബിയും സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ തന്നെയാണ്. വൈറ്റമിൻ ബി ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻസ് ആണല്ലേ, ബ്രെയിൻ, ഹാർട്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് തന്നെ വേണ്ടതാണ് ബ്രെയിൻ. സോ ബ്രെയിൻ ബി വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈറ്റമിൻ ബി. അങ്ങനെ ഓർത്താൽ മതി, ബ്രെയിൻ ഫോർ ബി, ബി ഫോർ ബ്രെയിൻ, അങ്ങനെ ഓർത്താൽ മതി. ദെൻ നെർവ്, നമ്മുടെ നെർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡീവ്യൂഹത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അതും നമുക്ക് അതിന് വേണ്ടിയിട്ടും വൈറ്റമിൻ ബി ആവശ്യമാണ്. ദെൻ ഹാർട്ട്, അതേപോലെ സ്കിൻ. ദെൻ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ പല്ലിന് ആവശ്യമായിട്ടുള്ള, ടീത്തിന് ആവശ്യമായിട്ടുള്ളത്, ഗം, മോണ, ദെൻ ബ്ലഡ് വെസൽസ്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് പ്രതിരോധ ശക്തി, നമ്മൾ കൊറോണ സമയത്തൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കാറുണ്ടായിരുന്നു. ചില ആൾക്കാരൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. പുറത്തൊക്കെ പോകുന്ന ആൾക്കാർ, എപ്പോഴും പുറമെ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? ടീത്തിന് ഹെൽപ്പ് ചെയ്യും, ഗമ്മ, അതേപോലെ ബ്ലഡ് വെസൽസ്, അതേപോലെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ 4 കാര്യങ്ങളാണ്: ടീത്ത്, ഗമ്മ, ബ്ലഡ് വെസൽസ് ആൻഡ് ഇമ്മ്യൂണിറ്റി. അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി വൈറ്റമിൻ സി. ദെൻ വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ബോൺസിനും. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാക്കാം? നമ്മുടെ എല്ലുകൾക്കൊക്കെ വേദന ഉണ്ടാവാം, നമ്മുടെ പല്ലിനൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരാം, അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരും. മെയിനായിട്ട് നമുക്ക് എല്ലുകൾക്കൊക്കെ, ജോയിന്റുകൾക്കൊക്കെ വേദന വരാൻ സാധ്യത. ചില ആൾക്കാർക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വൈറ്റമിൻ ഡി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സിംറ്റംസ് കാണിക്കുക. ഓക്കെ. ദെൻ വൈറ്റമിൻ ഇ ആണ് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് നെർവ്സ്, നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ ഫങ്ഷനിങ് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഈ വൈറ്റമിൻ ഇയെ നമ്മൾ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറയും കേട്ടോ. ബ്യൂട്ടി വൈറ്റമിൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫേസ് വാഷ്, അതേപോലെയുള്ള കോസ്മെറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ടാവും വൈറ്റമിൻ ഇ. സോ ബ്യൂട്ടി വൈറ്റമിൻസ് ആണ് അറിയപ്പെടുന്നത്. ദെൻ വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ, ഈ വൈറ്റമിൻ കെ കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ് കുറയും. എന്ന് വെച്ചാൽ നമുക്ക് കയ്യിലൊക്കെ മുറിവുണ്ടായാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് ക്ലോട്ട് ആയാൽ ബ്ലഡ് ഫ്ലോ നിൽക്കുള്ളൂ അല്ലേ? അപ്പം ബ്ലഡ് ക്ലോട്ട് ആകാണ്ടിരിക്കും. വൈറ്റമിൻ കെ കുറവുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാണ്ട് ഫ്ലോ ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകും, ലീക്കാവും. ഓക്കെ. അപ്പൊ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാരാണ്? വൈറ്റമിൻ കെ ആണ്. അപ്പൊ ഇത്രയും ഫങ്ഷൻസ് വൃത്തിയായിട്ട് പഠിക്കണം. ഇത് മാച്ച് ദ ഫോളോയിങ് രൂപത്തിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. താഴെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വൈറ്റമിൻസ് ആർ എസെൻഷ്യൽ ഫോർ ദി ഹെൽത്ത് ഓഫ് സ്കിൻ? സ്കിന്നിന് 2 പേരെ ആവശ്യമാണ്. ഏതൊക്കെയാണ്? വൈറ്റമിൻ എയും ബി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? നമ്മുടെ ബോൺസിന് പെയിൻ വരാം, ടീത്തിൻ്റെ ഹെൽത്തിന് ഇഷ്യൂസ് വരാം, ഇമ്മ്യൂണിറ്റി കുറയാം, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ വരാം. ഇത് കൂടാണ്ടുള്ള ഡിസീസസിനെ കുറിച്ചിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? സോ
ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് വൈറ്റമിൻ ഡിയുടെ ഒരു ചെറിയൊരു എക്സ്ട്രാ റീഡിങ് പോലെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അത് നമുക്ക് പഠിക്കണം. വൈറ്റമിൻ ഡിയുടെ കുറച്ച് കാര്യങ്ങളാണ് അപ്പം നമുക്ക് പഠിക്കാനുണ്ട്. എക്സ്ട്രാ റീഡിങ് ആയിട്ടാണ് കൊടുത്തതെങ്കിലും നമ്മളത് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളെ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ ഈ ഒരു സെക്ഷനിൽ. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട്, അതായത് വൈറ്റമിൻസിന്റെ ഫങ്ഷൻസ് വരെയാണ് നമ്മൾ എടുത്തത്. പേജ് നമ്പർ 15 വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഈ ഒരു ബോക്സിന് തൊട്ട് മുന്നേ വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. ഇനി ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. എക്സാമിന്റെ തലേന്ന് നോക്കാൻ പാകത്തിന് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ബാക്കി സെക്ഷൻ ഇനി ഒരു വീഡിയോയും കൂടെ ഉണ്ടാവുള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പൊ അതിനുള്ളിൽ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് ലെങ്ത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഈ വീഡിയോ. സാരമില്ല, പതിയെ കണ്ടാൽ മതി. പതിയെ സ്റ്റോപ്പ് ചെയ്ത് പഠിച്ച് കണ്ട് തീർക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി നമുക്ക് നാളത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.